പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പൊ അത് തന്നെ ഹൂ കെയേഴ്സ്. അതാണ് അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ചാനൽ ചർച്ചയിൽ ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, ചാനൽ ചർച്ചയിൽ ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള അത് ആരെങ്കിലും വന്നിട്ട് ഇട്ടാൽ ചാടി കയറി കൊത്താനും എന്നിട്ട് പൂവ് കായ വെള്ളം കുളിര് തണുപ്പ് എന്ന് പറഞ്ഞിട്ട് വയ്യാത്തക്കാരെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ച സ്ത്രീകൾ ചിന്തിക്കണം. കേരളത്തിൽ അനേകം സ്ത്രീകൾ ആ ആറ്റിറ്റ്യൂഡാണ് അവസാനിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? പുരുഷന്മാര് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇയാൾ ഒരു നല്ല ആളാണെന്ന് പറയാൻ ധാരാളം സ്ത്രീകൾ രംഗത്ത് വന്നു. സ്ത്രീകളായ സെലിബ്രിറ്റികൾ, അഭിനേതാക്കൾ, സീരിയൽ അഭിനേതാക്കൾ ഒക്കെ രംഗത്ത് വന്നു. സൈബർ പോരാട്ടം പോലും അവർ നയിക്കുകയുണ്ടായി. മറുവശത്ത് നടക്കുന്നത് റിനി അടക്കമുള്ള ആളുകൾ. അഭിലാഷ്, താങ്കൾ ചോദിച്ചത് ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സ്ത്രീകളൊക്കെ ഭർത്താവുണ്ടായിട്ടും വയ്യാത്രക്കാരൻക്ക് പോയി ചാഞ്ഞു കൊടുത്ത സ്ത്രീകളല്ല. ഭർത്താവിനെയും സ്വന്തം വീട്ടുകാരെയും ഭർത്ത വീട്ടുകാരെയും ചതിച്ച് അപമാനഭാരം ഉണ്ടാക്കിയിട്ട് അന്യ പുരുഷന് പോയി ചാഞ്ഞു കൊടുത്ത സ്ത്രീകളെ കരച്ചിൽ കേൾക്കുമ്പോൾ കേരളത്തില് അന്തസ്സായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് വലിയൂല നെറികേട് എന്ന് പറയുള്ളവര് എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കത് സ്ത്രീകളുടെ വിഷയം കേൾക്കും, ആണുങ്ങൾ ഇടപെടും, പ്രതികരിക്കും. ഒരു സ്ത്രീയെ ബലം പ്രയോഗിച്ച് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ അറിയാതെ എവിടെയോ മഴ തൂണ് ചാരി നിൽക്കുന്ന ഒരു സ്ത്രീനല്ല മെസ്സേജ് ചെയ്ത് മീൻ പിടിക്കാൻ പോയപ്പോ മീൻ പിടിക്കാൻ പോകുന്ന ഒരു ചൂണ്ടയിൽ ഇര കോർത്തിട്ട് ആരെങ്കിലും ഒന്നിട്ട് ഇട്ടാൻ വേണ്ടി കാത്തുക്കണം. അതിനെ ചാടി കേരളത്തിൽ അനേകം സ്ത്രീകളുണ്ട് വിധവയായവര്. അവരൊന്നും ഇത്തരം ആഭാസത്തിലല്ല, വേലി ചാടലല്ല. ഇങ്ങോട്ടൊരു നാണുമാനില്ലാതെ ഇതിൽ പൂവുകളും കായകളും മുട്ടിട്ടപ്പോ അത് വിരിയിപ്പിക്കാനുള്ള അവകാശം വേണമെന്ന്. നിന്റെ കുടുംബം നീ പഠിച്ചു വളർന്ന് അങ്ങനെ ആവും. വേലി ചാടിയിട്ട് ഇതാ മുകളിൽ ഇരിക്കുന്നത് അതുപോലെ ആവും വളർന്ന് വേലി ചാടിയിട്ട്. കേരളത്തിലെ എല്ലാ സ്ത്രീകളും ഭർത്താവ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും കാര്യം കൊണ്ട് മരണപ്പെട്ട വിധവകളായ സ്ത്രീകളും അവർ ആ ഭർത്താവിന്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന അനേകായിരം സ്ത്രീകളുടെ. അത്തരം സ്ത്രീകൾക്കൊന്നും നിങ്ങളെപ്പോലെ അഞ്ഞാട്ടക്കാരെ ആഭാസത്തരത്തിന് കൂട്ടുപിടിക്കാൻ പറ്റൂല. അത്രേ ഉള്ളൂ. ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ വിഷമം മനസ്സിലാവും. നിനക്ക് വിഷമം മനസ്സിലാവില്ല, നിങ്ങളൊക്കെ കുലത്തൊഴിൽ ഇതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ്. അപ്പൊ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത്, എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത്. കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ലതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന കാര്യം എത്ര നാളിങ്ങനെ ന്യായീകരിക്കുന്നത് കാണണം. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾ, ഞാൻ പറയുന്നു, എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്റർനാഷണൽ അമേരിക്കയിൽ പോലും ഇത് അത്രയധികം സ്ത്രീകളുടെ മെസ്സേജുകൾ. അപ്പൊ ഒരാൾക്ക് ലക്ഷ്യം ഇത് ഇന്റർനാഷണൽ ലെവലിൽ ന്യൂസ് ആവണമെന്ന് മുന്നോട്ട് വരാം. അവർക്ക് വേണ്ടി അവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതായത് കുട്ടികളെ ഉൽപ്പാദിക്കുന്ന സേവാകേന്ദ്രം ഭർത്താവുണ്ടായിട്ടും വയ്യാത്രക്കാരനെ കൊണ്ട് അത്ര സേവാകേന്ദ്രങ്ങളുടെ